ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അപ്പൂന് സ്കൂൾ ഉറപ്പായപ്പം സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കാരണം നമ്മൾ അപ്പൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിച്ച സാധനങ്ങളൊന്നും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് സ്നാക്സ് ബോക്സ് ആണ്. ഇതൊരു ഗ്ലാസിൻ്റെ പോലത്തൊരു മെറ്റീരിയല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് എൽസയുടെയും അന്നയുടെയും ആണ്. അപ്പൂന് എൽസ എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. എൽസയുടെ അന്നയുടെ സ്നാക്സ് ബോക്സാണ്. കോമഡി എന്താണെന്ന് വെച്ചാൽ അപ്പൂൻ്റെ സ്കൂളിൽ സ്നാക്സ് കൊടുത്തിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ല. എന്നാലും നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറന്ന് അപ്പം അവർ പറഞ്ഞു സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് ലഞ്ച് ബോക്സ്. ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കുറച്ചുകൂടെ നല്ല കൈയെല്ലാം നല്ല ഇളക്കി തിന്നാൻ വേണ്ടി കുറച്ചുകൂടെ സ്പേസ് ഉള്ളത് വാങ്ങിച്ച് അമ്മ നോക്കി. ഇതിങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഞാൻ തരുമ്പം മീനും തോരനും മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് കൊടുത്താൽ അവളങ്ങ് കഴിക്കില്ല. അതുകൊണ്ട് അത് അങ്ങനെ നോക്കിയാണ്. ചോറ് വെച്ച് കൊടുക്കുമ്പോൾ കുഴച്ച് ചെയ്താൽ പാടായിരിക്കും. ഇതെല്ലാം മണ്ട ഇരിക്കുന്നുണ്ട്. നമുക്കെല്ലാം ആണെങ്കിൽ ഓക്കെ, അവർക്കതൊന്നും പറ്റത്തില്ലല്ലോ. അത് കാരണം ഇതാകുമ്പോൾ ഞാൻ അതിനെടുത്ത് കഴിക്കും. അതുകൊണ്ട് അങ്ങനെ നോക്കി വാങ്ങിച്ച അമ്മ. പിന്നെ നാട്ടെ ഇത്തിരി സ്പേസേ ഉള്ളൂ. ഇത്ര സ്പേസേ ഉള്ളൂ. പക്ഷെ കൊള്ളാം. ഇഷ്ടപ്പെട്ടാ കൊള്ളാവോ? ചോറെല്ലാം കഴിക്കാനാ കൊണ്ടുപോകുന്നത്. അപ്പം അതും കഴിഞ്ഞു. ഇനി വന്നിട്ട് കുപ്പി. ഇത് സ്റ്റീലാട്ടാ. ഇത് ഗേൾസിൻ്റെ പറ്റിയ നോക്കി, പക്ഷെ കിട്ടിയില്ല. അത് കാരണം നമ്മൾ ഹൽക്കിനെല്ലാം വെച്ച് ഒതുക്കി. ഇതും ടിഫിൻ ബോക്സ് അല്ല, സ്നാക്സ് ബോക്സും ബ്ലൂ ആണ്. പക്ഷേ ലഞ്ച് ബോക്സ് നമ്മൾ സ്റ്റീൽ തന്നെ വാങ്ങിച്ചു. ഇതാണ് അപ്പൂൻ്റെ എന്താണ് വാട്ടർ ബോട്ടിൽ. പിന്നെ ബുക്ക് വാങ്ങിക്കണമെന്ന് മെസ്സേജ് ഇട്ടായിരുന്നു. 2 ലൈനിൻ്റെ 2 ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് 2 ലൈനിൻ്റെ 2 ബുക്ക് വാങ്ങിച്ച്. പിന്നെ 4 ലൈൻ 2 എണ്ണം വേണമെന്ന് പറഞ്ഞ്. പിന്നെ പ്ലെയിൻ ബുക്ക്. പിന്നെ മാത്സിന് ഇത്ര വാങ്ങിക്കാൻ പറഞ്ഞ് അതും വാങ്ങിച്ച്. എന്തായാലും ഞാൻ പൊതിയിടണം. സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടി. അതെല്ലാം നേരത്തെ ഞാൻ പൊതിയിട്ട് മാറ്റി വെച്ച്. നമ്മൾ അപ്പൂൻ്റെ ബാഗ് പിങ്കും ബ്ലാക്കും കൂടെ മിക്സായ ഒരു ബാഗാണ്. സ്കൂബിയുടെ ബാഗാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ എടുത്തത് കാണാം. ആദ്യം ഇതേപോലെ ഒരു ചെറിയ ഇതിനകത്ത് പെൻസിലും അങ്ങനത്തെ കുറച്ച് സാധനം ഇട്ട് കൊടുത്തു വിടാം. പിന്നെ 2 പാർട്ടേജ്, 2 സ്പേസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ അഡീഷണൽ ഒരു ഡ്രോയുടെ. ഇതാണ് അപ്പൂൻ്റെ ബാഗ്. ഇഷ്ടപ്പെട്ടാ? ഇതാണ് നമ്മൾ അപ്പൂൻ്റെ കിറ്റ്. കുറച്ച് നേരത്തെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഒരു സാധനം നമുക്ക് കിട്ടിയില്ല. അത് നമ്മൾ 2-3 അടുത്തെല്ലാം അന്വേഷിച്ച് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അത് കാരണമാണ് വീഡിയോ ഇടാൻ താമസിച്ചു പോയത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കുറേ എടുത്ത് തപ്പിപ്പിടിച്ച് കിട്ടി. അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റായപ്പോൾ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് കിറ്റ് വന്നിട്ട്. വേറെ കിറ്റ് ഉണ്ടായിരുന്നു 3D. അതൊന്നും അത്ര ക്വാളിറ്റി ഇല്ല. പെട്ടെന്നാണെങ്കിൽ കീറിപ്പോകും. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് തന്നെ നോക്കി വാങ്ങിച്ചു. ഒരു ഡ്രോയേ ഉള്ളൂ, വലിയ ഡ്രോയ. പിന്നെ എന്താ ഈ ഒരു സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ സ്പേസ് ഒന്നുമില്ല. പ്ലെയിനായിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ഇതാ ഒരു ഡ്രോയ ഉണ്ട് കേട്ടോ. അതിൽ വേണമെങ്കിൽ സ്പൂണൊന്ന് വെച്ച് കൊടുത്തു വിടാം. ഇതാണ് കിറ്റ്. ഒരു കളർഫുൾ കിറ്റ്. നമുക്ക് അറിയാൻ പറ്റും അപ്പുവ വരുന്നതെന്ന് കിറ്റ് കാണാൻ. അപ്പോൾ ഇതാണ് കിറ്റ് ബോക്സാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള 2 പേരാണ് ഇത് രണ്ടും. ഇതാരാ ഇത്? ഇതാ ഇത് എൽസയും അന്നയുടെയും ബോക്സാണ്. ഫോണിൽ കാണുമ്പോൾ ബ്ലൂ കളർ തോന്നിക്കെങ്കിലും ഇതൊരു ബ്ലൂ കളർ ബോക്സ് അല്ല. ഇത് 2 ഡ്രോയാണ് കേട്ടോ. ഒന്ന് ഇങ്ങനെ അത് എല്ലാം വെക്കാം. അല്ല പെൻസിൽ ഇതാക്കുന്നൊന്നുമല്ല, ഫ്രീ ആയിട്ട് എല്ലാം വെക്കാം. പിന്നെ ഇതല്ലാതെ ഒരു ഇറേസറോ അല്ലെങ്കിൽ ഷാർപ്പറിൻ്റെ ചെത്തുന്ന സാധനമോ അതെല്ലാം ഇട്ട് വെക്കാം. ഇതാണ് അപ്പൂൻ്റെ ബോക്സ്.
ഇഷ്ടപ്പെട്ടാ? എല്ലാം ഇഷ്ടപ്പെട്ടത്, അവളെ ഇഷ്ടത്തിനല്ലേ വാങ്ങിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് വന്ന് അതുകൊണ്ട് അമ്മയ്ക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇനി +1 അപ്പോൾ ഇതാണ്ട് LKG കയറിയതേ ഉള്ളു. അപ്പോൾ LKG കയറാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ +1 ആയി. എൻ്റെ ഒരു അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു 10 ഇറങ്ങി. നമ്മൾ ആ ഇനിയും സ്കൂൾ ഘട്ടം തന്നെ, എന്നാലും അത്ര അങ്ങ് ഒഴിഞ്ഞു കിട്ടി. ഇനി നമ്മൾ +1 +2 ആ ഒരു ഇതേ ഉള്ളു. അപ്പം അമ്മയ്ക്ക് പിന്നെ അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ സ്കൂൾ ലൈഫ് കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതങ്ങ് കഴിഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഇനി 1 തുടങ്ങണം, സ്റ്റാർട്ടിങ് ആണ് ഇനി കിടക്കുന്നു. ഇനി അപ്പോൾ 10 8 വർഷം. അപ്പം അമ്മയ്ക്ക് ഇനി മുതൽ എണീക്കണം. എനിക്കിനി 1 മാസം കൂടെ വെക്കേഷൻ ഉണ്ടെന്ന് വെച്ചാൽ അഡ്മിഷൻ അലോട്ട്മെൻ്റ് എല്ലാം തുടങ്ങിയിട്ട് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ജൂൺ 8 ട്രയൽ അലോട്ട്മെൻ്റ് എല്ലാം വരുന്നത്. അതാണ് എനിക്ക് 1 മാസത്തോടെ സമയമുണ്ട്. അപ്പോൾ അപ്പൂന് ഈ മാസം തുടങ്ങി സ്റ്റാർട്ടിങ് ആണ്. ഇനി എല്ലാ ദിവസവും സ്കൂളിൽ പോകണം. അപ്പോൾ അമ്മയ്ക്ക് ഇനി രാവിലെ എണീക്കണം. എനിക്ക് 1 മാസം ഫ്രീ ആയിട്ട് കിടക്കാം. അത് കഴിയുമ്പം പിന്നെ നമ്മളെ പോലെ പോകണം. ഇത് കളർ പെൻസിൽ, പിന്നെന്താ ഒരു പെൻസിൽ, ഷാർപ്പനർ, ഇറേസർ, പിന്നെ അതിൻ്റെ ഒരു പാക്കറ്റ് സ്കെയില്. നടരാജയുടെ ആണ് കേട്ടോ. ഇറേസറും ഷാർപ്പനറും പെൻസിലും സ്കെയിലും എല്ലാം അവരെ തന്നെയായിട്ടുള്ളൊരു എടുത്താണ്ടേ. അല്ലാതെ കുറച്ചുകൂടെ തൊട്ടിലെടുക്കുന്ന സാധനമുണ്ട്. കുറച്ച് വേറെ സ്കെച്ചും എല്ലാം നമ്മൾ വാങ്ങിച്ചായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ ചിലപ്പോൾ ഇനി വല്ല പ്രോജക്റ്റ് വല്ലതെല്ലാം കൊടുത്താൽ സമയത്ത് കിടന്ന് ഓടാൻ നിൽക്കേണ്ട. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ 2 ക്രയോൺസ് എല്ലാം അല്ലാതെ, ഇതിപ്പോൾ പെൻസിലാണ് കേട്ടോ. ഇത് പെൻസിൽ ക്രയോണാണ്. നമ്മളല്ലാതെ ക്രയോൺ വാങ്ങിച്ച്, പിന്നെ സ്കെച്ചും വാങ്ങിച്ച്, ഇതും വാങ്ങിച്ച്. എല്ലാത്തിനൊന്നും കഷ്ടം. ഷാർപ്പനറുണ്ട് കേട്ടോ. എല്ലാം അതിൽ ഞാൻ അടിച്ചു. എനിക്ക് തരുമോ? പിന്നെ എന്തുവാ? അപ്പം നമ്മൾ പറഞ്ഞില്ലേ, വീഡിയോ ഇടാൻ താമസിച്ച ഒരു സാധനം വേറെ ഒന്നുമില്ല. നമ്മൾ അപ്പൂന് സ്കൂൾ ഷൂവിന് വേണ്ടി നമ്മൾ ഒരുപാട് അലഞ്ഞ് ആ ഒരു സൈസ് കിട്ടിയില്ല. അവൾക്ക് പകൻ്റെ ആഗ്രഹമായിരുന്നു. നമ്മൾ 4ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് അവൾക്ക് ഹീലിൻ്റെ ചെരുപ്പ് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ഒരുപാട് എടുത്തിട്ട് ഞങ്ങൾ തപ്പി, പക്ഷെ ആ ഒരു സൈസ് കിട്ടുന്നില്ല. പിന്നെ ഒരെണ്ണം കിട്ടിയായിരുന്നു, അത് ബാക്കിലെ ബെൽറ്റ് പിടിച്ചിടത്തില്ല, ഇലാസ്റ്റിക്, അതാണ് കിട്ടിയത്. അപ്പം അത് വാങ്ങിച്ചില്ല. അത് ലൂസ് ഉണ്ടായിരുന്നു. നമ്മൾ വീര്യം വേണമെങ്കിൽ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഹീലാട്ടാ. അപ്പം അത് കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു സ്കൂൾ ഷൂ കിട്ടുമോ ഇല്ലയോ. അങ്ങനെ കുറേ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ മാക്സിമം നോക്കിയ ബെൽറ്റ് വരുന്ന ഷൂ, അതാകുമ്പോൾ കുറച്ച് ലൂസ് വന്നാലും ഊരിപ്പോകത്തില്ല. അപ്പോൾ എല്ലാ കടയിലും ഒന്നെങ്കിൽ ലൂസായിരിക്കും, മറ്റേത് അത്യാവശ്യം ടൈറ്റ് ആണെങ്കിലും ഷോക്സുമായിട്ട് ഇട്ടാൽ കുറച്ചുകൂടെ ടൈറ്റ് ആവുമെങ്കിൽ ഊരിപ്പോകും. അപ്പോൾ ബെൽറ്റ് ഉള്ളത് കുറേ തപ്പി കിടന്നു. അപ്പോൾ ഇന്നാണ് ഫൈനലി നമ്മൾ അപ്പൂൻ്റെ ഷൂ നമുക്ക് കൈ കിട്ടിയത്. നമ്മൾ കൊല്ലത്ത് പോയി വാങ്ങിച്ചാട്ടെ. ഇവിടെ പള്ളിമുക്ക് അങ്ങനെ കുറേ എടുത്ത് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ കൊല്ലത്ത് പോയി. നമ്മൾ അപ്പൂൻ്റെ ഹീല് തപ്പി നടന്നതും കൊല്ലത്ത് തന്നെയാണ്, പക്ഷെ അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് പ്രതീക്ഷയില്ലായിരുന്നു. എന്നിട്ടും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ കിട്ടി. ഇതാണ് നമ്മൾ അപ്പൂൻ്റെ ഷൂ. ഓക്കെ, ഫോണിൽ കാണുമ്പോൾ നല്ല വലിയ ഷൂ ആയിട്ട് തോന്നും കേട്ടോ. വലിയ കാലിൽ തോന്നും, ചെറിയ ഷൂ ആട്ടാ. പക്ഷെ ഷൂ കൊണ്ട് ഇത്തിരി എടുപ്പുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഹീൽസ് അല്ല, കുറച്ച് ഹീലുണ്ട് കേട്ടോ. മറ്റേ ഹീലല്ല, കുറച്ച് പൊക്കമുണ്ട്. ഷൂ നല്ല ഹീലുണ്ട്, അതാണ് കുറച്ച് എടുപ്പ് തോന്നുന്നു. ഇതാണ് നമ്മൾ അപ്പൂൻ്റെ ഷൂ. ഇത് നമ്മൾ ബെൽറ്റ് ഉള്ളത് നോക്കിയാൽ വാങ്ങിച്ചത്. അപ്പം കുറച്ച് ലൂസ് ആയാലും ഊരിപ്പോകത്തില്ല. ഈ ഒരു പിടുത്തം ഉണ്ടെങ്കിൽ ഊരിപ്പോകത്തില്ല കേട്ടോ. എനിക്ക് ഈ ഷൂ കണ്ടപ്പോൾ സബൂനെ ഓർമ്മ വന്നു. എനിക്ക് ഈ ഷൂ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഓർമ്മ വന്ന്. വേറൊന്നും കൊണ്ടല്ല, അവളൊരു സബൂന. അവള് 10th പഠിക്കുന്ന ടൈമിൽ ഈ ഒരു ഷൂ ആയി യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഈ സ്റ്റിക്കറുള്ള ഷൂ, ഇങ്ങനെ ഒട്ടിച്ചിരുന്ന ബെൽറ്റുള്ള ഷൂ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ച്
ഇതെന്തോ ഇഷ്യൂ ഇട്ടിരിക്കുന്ന ഇങ്ങനെ സ്റ്റിക്കറുള്ള ഷൂ, അത് അവളെ കാല് ആള് ചെറുതാണ്, അവളെ കാലും ചെറുതാണ്. അപ്പോൾ ഷൂ പെട്ടെന്ന് ലൂസാകും, ഊരിപ്പോവും. അത് കാരണം ഊരിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 9th വരെയല്ല, ഓക്കെ കുറച്ച് പേരെല്ലാം ഇടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരും ഓപ്പൺ ഷൂ തന്നെ ഇടുന്നത്, എന്ന് വെച്ചാൽ ഇതില്ലാത്ത ഷൂ തന്നെ ഇടുന്ന. അപ്പോൾ ഇവിടെ 10th ലൈഫിൽ ഞാൻ വേറെ ആരെയും കാലി കണ്ടില്ല. ഇവിടെ കാലി കണ്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ ഇപ്പം ഇനി കൊച്ചു പിള്ളേർ ഷൂ ഇട്ടാണ് നടക്കുന്നത് ആടി എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവളും ഇങ്ങനത്തെ ഷൂ യൂസ് ചെയ്ത് പെട്ടെന്ന് എനിക്ക് ആ ഒരു ഇതാ വന്നത്. ഞാൻ വേറെ ആരെയും അങ്ങനെ എനിക്കറിയാൻ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷെ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ അവളെ ഓർമ്മ വന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പൂൻ്റെ ഷൂ. അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് ബാഗ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, ബുക്ക്, പിന്നെ നമ്മൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. പാവാടയെ എല്ലാം അമ്മ തന്നെ തയ്ക്കുന്നത്. അത് ഷർട്ട് പുറത്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് 15-ാം തീയതി കഴിഞ്ഞാൽ കിട്ടും. താമസിക്കും, ഒരുപാട് സ്കൂൾ ഉറപ്പാണ്ട് ഒരുപാട് ഷർട്ടും പാൻറ്റും എല്ലാം തയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചേ കിട്ടത്തോളം എന്ന് പറഞ്ഞു. 15-ാം തീയതി ആകും. അതുവരെ അവൾ കളർ തന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ട് പോകുന്നത്. പാവാട അമ്മ തന്നെ ആയിരിക്കും തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധനം ഇതെല്ലാം തന്നെ. ബുക്കും വേറെ ഒരുപാടൊന്നും ഇല്ലല്ലോ. ബുക്കും ടിഫിൻ ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഷൂ, ഷോക്സ്, കിറ്റ്. ലാസ്റ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചപ്പോഴെല്ലാം ഒരുമിച്ചല്ല വാങ്ങിച്ച, പകുതിക്ക് വാങ്ങിച്ചാൽ പുറത്തിറങ്ങുന്ന ടൈമിൽ കിട്ടുന്ന സാധനങ്ങൾ അങ്ങനെയാണ് വാങ്ങിച്ചത്. ആദ്യം ടിഫിൻ ബോക്സ്, കാര്യം ബോക്സ്. ഇന്നാണ് ഷൂ, കളർ പെൻസിൽ, അങ്ങനെ കുറച്ച് ഐറ്റം, ബുക്ക് എല്ലാം വാങ്ങിച്ചത്. സ്കൂളിൽ നമുക്ക് നേരത്തെ ബുക്ക് കിട്ടും. നമ്മൾ പോകുമ്പോൾ യൂണിഫോമും ബുക്കെല്ലാം അവർ തന്നെ തന്നു. അപ്പോൾ ബുക്ക് പൊതിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബുക്കെല്ലാം പൊതിയിട്ട് മാറ്റണം. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം, ഓവറായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ, കൊച്ചല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചത്. എല്ലാവരും പൊതുവെ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതെനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അപ്പൂന് സ്കൂൾ ഷോപ്പിങ് വാങ്ങിച്ച സാധനങ്ങൾ അല്ലേ. അപ്പൂ ഇതെല്ലാം കൊണ്ടിട്ട് പഠിക്കാൻ പോവോ? പഠിക്കാൻ പോവെന്ന് പറ. പഠിക്കാൻ പോവും. ഒരു ദിവസം വിട്ട് 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ പോത്തോളാ? ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം പോകത്തില്ലേ? ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം അമ്മ ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം പോകത്തില്ല. ഞാൻ പോകത്തില്ല, ടീച്ചറിനെ വിളിച്ചാൽ വേണേ, അത്രേ ഉള്ളു. നമുക്ക് ആകെപ്പാടൊരു കാര്യം, ഫുഡെല്ലാം കഴിക്കുക. അങ്ങനെ അവിടെ പോയ സമയത്ത് അവൾ തന്നെ സ്കൂളിനകത്ത് ഫുഡെല്ലാം മാറി കഴിക്കുന്ന, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പോലെ പഠിക്കാൻ പോകണം. ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, ബുക്ക്, ബാഗെല്ലാം തൂക്കി നല്ലോണം പഠിക്കണം. അതെല്ലാം കൊണ്ടുപോകും. നല്ലോണം പഠിക്കണം. അപ്പോൾ നാളെ മുതൽ സ്കൂളിൽ പോവാണ് അല്ലേ. അപ്പോൾ പഠിക്കണം. ഇതെല്ലാം വാങ്ങിച്ചു തന്ന് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ, നാളെ പോയിട്ട് മറ്റന്നാൾ പോയിരിക്കും. എന്നും പോകണം, പഠിക്കണം. ഓക്കെ. എക്സാം എല്ലാം നമുക്ക് പഠിക്കാൻ പോകാൻ തുടങ്ങുന്നുള്ളൂ. ഇനിയും ഉണ്ട് സമയം. ഇപ്പൊ എല്ലാം ഇൻട്രസ്റ്റ് ആയി, പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങ് തീർന്നോളൂ. ഓക്കെ, അപ്പൊ പറ അപ്പൂന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളു. ഇത്രയേ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് മണി അടിക്കണേ. ഓക്കെ, പ്ലീസ് എൻ്റെ അപ്പൂന് വേണ്ടി നിങ്ങൾ എല്ലാവരും മണി ഒന്ന് അടിച്ചിട്ട് പോണേ കേട്ടോ. പ്ലീസ് 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 എൻ്റെ അപ്പൂന് വേണ്ടി ഒന്ന് ടിങ് അടിച്ചിട്ട് പോണേ കേട്ടോ. ടാറ്റാ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ.